ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബ്രൈഡൽസിന്, അതായത് കല്യാണത്തിന് തയ്യാറെടുക്കുന്ന പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ചെയ്യാൻ പറ്റിയ ഒരു ഉപ്ടൻ ഫേസ് പായ്ക്കാണ് പറയുന്നത്. ഇത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ മുഖം ലൈറ്റനിങ് ചെയ്യാനും മുഖത്തിന് നല്ല ഗ്ലോ കിട്ടാനും ഒക്കെ സഹായിക്കുന്ന, കറുത്ത പാടുകളൊക്കെ നീക്കി നല്ലതായിട്ട് ഫേസ് നല്ലതായിട്ട് തിളങ്ങി നിൽക്കാൻ, ആ കല്യാണ ദിവസം നിങ്ങൾക്ക് നല്ല ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി പായ്ക്കാണ് പറയുന്നത്. അപ്പം ഈ ഉപ്ടൻ പായ്ക്ക് നിങ്ങൾ കല്യാണത്തിന് 3 ആഴ്ച മുമ്പ് മുതൽ ട്രൈ ചെയ്യാൻ തുടങ്ങുക. ആഴ്ചയിൽ 3 വട്ടം വെച്ചിട്ട് യൂസ് ചെയ്യുക. നല്ല റിസൾട്ടായിരിക്കും കിട്ടുക. അപ്പം ഈ പായ്ക്ക് എങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും. അപ്പം ആദ്യമായിട്ട് ഇക്കൂട്ടത്തിൽ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. തൊട്ടടുത്ത ബെലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. എന്നാലേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പം നമുക്ക് ഈ പായ്ക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് ഇന്നത്തെ ഉപ്ടൻ പായ്ക്കിനായിട്ട് വേണ്ടത്, ഫസ്റ്റ് നമുക്ക് വീറ്റ് പൗഡർ വേണം, ഗോതമ്പ് പൊടി. ഞാൻ 1 സ്പൂണോളം വീറ്റ് പൗഡർ എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നല്ലൊരു എഫക്റ്റ് കിട്ടുന്നൊരു പായ്ക്കാട്ടോ. നല്ല രീതിയിൽ നല്ലതായിട്ട് എഫക്റ്റ് കിട്ടുന്നതാണ്. അതായത് കല്യാണത്തിന് തയ്യാറെടുക്കുന്ന പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പായ്ക്കാണ്. അവർക്കാണ് സ്പെഷ്യലായിട്ട് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ പായ്ക്ക് നിങ്ങൾ കല്യാണത്തിന് ഒരു 3 ആഴ്ച മുമ്പ് ആഴ്ചയിൽ 2 വട്ടം ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. പിന്നെ ഞാൻ ഇതിലേക്ക് കസ്തൂരി മഞ്ഞൾ പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കടലമാവാണ് വേണ്ടത്. അത് 1 സ്പൂൺ കടലമാവും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്തു. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് റോസ് പൗഡർ. റോസിൻ്റെ ഇതളുകൾ ഉണക്കി പൊടിച്ച പൗഡർ ഉണ്ടെങ്കിൽ അതാണെങ്കിലും ചേർക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ അങ്ങാടിക്കടകളിൽ റോസ് പൗഡർ ഇങ്ങനെ മേടിക്കാൻ കിട്ടും, ഓൺലൈനായിട്ടും മേടിക്കാൻ കിട്ടും. ഇത് സ്കിന്നിനെ നല്ല രീതിയിൽ വൈറ്റനിങ് ചെയ്യാനും സ്കിന്നെ നല്ല സോഫ്റ്റ് ആക്കാനും ഗ്ലോ ചെയ്യിക്കാനും സഹായിക്കുന്ന ഒരു പൗഡറാണ് റോസ് പൗഡർ. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ നമുക്ക് ഇത് സഹായിക്കും. അപ്പം ഞാൻ ലെമൺ ജ്യൂസ് ആഡ് ചെയ്തു. പിന്നെ ഞാനിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് തൈരാണ്. നല്ല കട്ട തൈരാണ്, നല്ലതായിട്ട് കട്ട തൈരാണ്. അത് 1 സ്പൂൺ ആഡ് ചെയ്യാം. ഓക്കെ, തൈരും കൂടി ആഡ് ചെയ്തു. ആഡ് ചെയ്തതിന് ശേഷം ഇത് ഇത്രയും കൂടി നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ല രീതിയിൽ യോജിച്ച് നമുക്കൊരു കുഴമ്പ് രൂപത്തിൽ കിട്ടണം. നമ്മുടെ പായ്ക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പം ഈ ഒരു പായ്ക്ക് നമുക്ക് ഇനി ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് നോക്കാം. നമ്മുടെ പായ്ക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അപ്ലൈ ചെയ്യാം. ഫേസ് നല്ലതായിട്ട് ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകണം കേട്ടോ. നമ്മൾ ഏതൊരു പായ്ക്ക് യൂസ് ചെയ്യുമ്പോഴും ഫേസ് വാഷോ അല്ലെങ്കിൽ ഫേസ് വാഷ് പൗഡർ, നമ്മുടെ ഹെർബൽ പൗഡറോ എന്തെങ്കിലും ഉപയോഗിച്ച് നല്ല രീതിയിൽ ഫേസ് കഴുകിയിരിക്കണം. ഒരു ഫെയർനെസ് കിട്ടാനും അതുപോലെ തന്നെ ബ്ലാക്ക് സ്പോട്ടൊക്കെ മാറാനൊക്കെ ഇത് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പം ഞാൻ ഫേസ് ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഡ്രൈ ആകാൻ വെക്കാം. ആയതിനു ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പം ഇത് ഡ്രൈ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതേ നല്ല രീതിയിൽ ഉണങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നല്ല രീതിയിൽ നമ്മുടെ സ്കിന്ന് വലിഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫേസ് പാക്ക് ഇട്ടിട്ട് അധികം വർത്താനം പറയരുതെന്നാണ് പറയുക. അപ്പം ഇതൊരു 15 മിനിറ്റോളം കൊണ്ടൊക്കെ നല്ല ഉണങ്ങും. പിന്നെ ഒരു അരമണിക്കൂർ വേണമായിരിക്കും ഫുള്ള് നല്ല രീതിയിൽ ഉണങ്ങാൻ.
അപ്പോൾ നമുക്കൊരു ടൈം പറയാൻ പറ്റില്ല. നമ്മളിടുന്ന ആ കോട്ടിനനുസരിച്ച് ഉണങ്ങുന്ന ആ സമയം, നമ്മുടെ സ്കിന്നൊക്കെ നല്ല രീതിയിൽ വലിഞ്ഞു മുറുകുന്ന ആ സമയത്ത് നമുക്കിത് ഇച്ചിരി വെള്ളം കയ്യിലെടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മസാജ് കൊടുക്കാം. മസാജ് കൊടുത്തതിന് ശേഷം വാഷ് ചെയ്യാം. അപ്പോൾ നമുക്കിത് ഞാൻ കൈ നനച്ചിട്ടുണ്ട്. നനച്ചതിന് ശേഷം നമുക്കിത് മസാജ് ചെയ്യാം. മസാജ് ചെയ്ത് ഒരു 5 മിനിറ്റോളം മസാജ് കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യാം. അപ്പം നന്നായിട്ട് ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നു. ഡിഫറൻസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. നല്ല മുഖത്തിന് നല്ല ഗ്ലോ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ലൈറ്റനിങ് തോന്നുന്നുണ്ട്. അപ്പം കല്യാണത്തിന് തയ്യാറെടുക്കുന്ന കുട്ടികൾ 3 ആഴ്ചയ്ക്ക് മുമ്പ് മുതൽ ഇത് ട്രൈ ചെയ്യാൻ തുടങ്ങുക. കല്യാണ ദിവസം ആകുമ്പോഴത്തേനും നല്ലൊരു എഫക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുക. ഒരു നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുക. അപ്പം ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.